സ്വാഗതം ശ്രീ എ ജി ജോർജ്. നമ്മളെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് രാജ്യത്തൊരു പ്രതിപക്ഷ മുന്നണി ശക്തമായിട്ട് വന്നു. BJP-യെ അല്പം ഒന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു. അവരുടെ 2019 സീറ്റിൽ നിന്ന് കുറയ്ക്കാനും സാധിച്ചു. പക്ഷെ ആ ഇന്ത്യ മുന്നണി ഇപ്പോൾ വേണ്ടത്ര ആശാവഹമായ രീതിയിലാണോ മുമ്പോട്ട് പോകുന്നത്? കാരണം പാർലമെന്റിൽ പോലും പ്രതിപക്ഷത്തെ ഭിന്ന സ്വരമാണ് ഉയരുന്നത്. വിജയനാഥ് ചൂണ്ടിക്കാണിച്ചത് നല്ല ഒരളവ് വരെ ഇപ്പോഴത്തെ ചിത്രം വ്യക്തമാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂചന നൽകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 142.57 കോടിയാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഔദ്യോഗികമായ സെൻസസ് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, കാരണം 2011 ശേഷം സെൻസസ് എടുത്തിട്ടില്ല. എന്നാൽ ആധികാരികമായി UN സമിതികൾ കണ്ടെത്തിയതായ ജനസംഖ്യയാണ് ഈ 142.57 കോടി, ലോകത്തെ ഒന്നാം ജനസംഖ്യ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത്രയും വലിയ ഒരു രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലമായി, ഏതാണ്ട് 10 വർഷത്തോളമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ മോദിയുടെ ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിലുണ്ടായിരുന്ന അതൃപ്തിയും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരവും ഒക്കെ നന്നായി മുതലെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് BJP ഇതര കക്ഷികൾക്ക് മുൻ തോന്നിയത്. നേരത്തെ ഈ ഒന്നാം മോഡി സർക്കാരൊക്കെ ഇരുന്നപ്പോൾ NDA സർക്കാർ എന്ന് അവർ വിളിച്ചിരിക്കുന്നു നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. BJP നേതൃത്വം കൊടുക്കുന്നു. അതിനോടൊപ്പം ചില ചെറിയ കക്ഷികൾ, പ്രാദേശിക കക്ഷികളുണ്ട്. അന്ന് അതിനെ നേരിട്ടത് UPA എന്ന് പറയുന്ന ഒരു സഖ്യമായിരുന്നു. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്നാണ് അത് പറയുന്നത്. അതിനെ നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതിനോടൊപ്പവും ചില ചെറിയ പ്രാദേശിക കക്ഷികൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഈ ഒന്നാം മോദി സർക്കാരിനെ പ്രതിരോധിക്കുന്നതിൽ കാര്യമായ രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ, BJP ഇതര പ്രതിപക്ഷ കക്ഷികൾ എല്ലാം കൂടെ ചേർന്ന് പുതിയതായ ഒരു മുന്നണി ഇന്ത്യ എന്ന പേരിൽ രൂപപ്പെടുത്തിയത്. അതിനകത്തും സ്വാഭാവികമായി ഒരു ദേശീയ കക്ഷി എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് നേതൃത്വം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട കക്ഷികൾ, അവർ പ്രാദേശിക കക്ഷികളാണെങ്കിൽ കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടാണ് ഈ മുന്നണി രൂപപ്പെടുത്തിയത്. അതിൽ പ്രധാനമായിട്ട് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടി, അതുപോലെ ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ ജനതാദൾ, പണ്ടത്തെ പ്രഗത്ഭനായിട്ടുള്ള ലാലു പ്രസാദ് യാദവിന്റെ മക്കളൊക്കെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ, അതുപോലെ തന്നെ ഈ ജാർഖണ്ഡ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഈ JMM പോലെയുള്ള പാർട്ടികൾ, ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ പാർട്ടിയായ DMK, അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികളായിട്ടുള്ള CPM, CPI, RSP തുടങ്ങിയതായിട്ടുള്ള കക്ഷികളെല്ലാം കൂടെ ചേർന്നതാണ് ഈ UPA-ക്ക് പകരമുണ്ടായ ഇന്ത്യ മുന്നണി. ഇപ്പോൾ വിജയനാഥ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP മുന്നണിയെ നേരിട്ടത് ഈ പറയുന്ന ഇന്ത്യ സഖ്യമാണ്. എന്നാൽ ആ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ചില അപശ്രുതികൾ അന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ചില പ്രത്യേക സ്റ്റേറ്റുകളിൽ, സംസ്ഥാനങ്ങളിൽ ഇതിനകത്തുള്ള കക്ഷികൾ തമ്മിൽ മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഉദാഹരണമായിട്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും അവർ കോൺഗ്രസിനെതിരായി മത്സരിച്ചു. പഞ്ചാബിൽ അതുപോലെ സംഭവിച്ചു. അവിടെയും AAP ആണ് അധികാരത്തിലിരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണിയുടെ സമ്മതത്തോടുകൂടി തന്നെ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. കേരളത്തിലും അത് തന്നെ സംഭവിച്ചു. ഇന്ത്യ മുന്നണിയിൽ CPM ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ മുഖ്യ ശത്രു CPM-ഉം അതുപോലെ CPM-ന്റെ മുഖ്യ ശത്രു കേരളവുമാണ്. കാരണം കേരളത്തിൽ BJP എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലെ പോലെ ശക്തിയുള്ള ഒരു സംസ്ഥാനമല്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ തരത്തിൽ രൂപപ്പെട്ടതായ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തു വന്നത്. കാരണം നേരത്തെ വിജയനാഥ് പറഞ്ഞതുപോലെ തന്നെ 350ഓളം സീറ്റുകളോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് വീമ്പിളക്കിയ BJP-യെ 240 സീറ്റുകൾ നേടി തടഞ്ഞു നിർത്താൻ കഴിഞ്ഞ ഒരു മുന്നണി എന്ന രീതിയിൽ ഇന്ത്യയിലെ ജനത്തിന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ്
ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ സഖ്യത്തിനകത്തുള്ള ചില അപസ്വരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും ഒടുവിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ 4-5 ദിവസമായി നടന്ന് അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് ആരംഭിച്ച ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിലാണ്. ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിൽ മുഖ്യമായ വിഷയമായി ഉന്നയിക്കുന്നതിന് ഈ പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തന്നെ എടുത്തിരുന്ന പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഒന്ന്, അംബാനിക്കെതിരായി വന്ന ആഗോള പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയ ആരോപണങ്ങൾ, കൈക്കൂലി ആരോപണങ്ങളും അദ്ദേഹം ലോകത്തുള്ള അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ഏജൻസികളെയും ഇന്ത്യയിലുള്ള ഏജൻസികളെയും കൈക്കൂലിയിൽ വശംവദരാക്കി ഷെൽ കമ്പനികളുടെയൊക്കെ പേരിൽ കോടിക്കണക്കിന് ഡോളറുകൾ അവിടെയും ഇവിടെ നിന്നൊക്കെ നേടിയെടുത്തതും അത് സംബന്ധിച്ചുള്ള വലിയ ആരോപണങ്ങൾ. അമേരിക്കയിൽ തന്നെ ഇദ്ദേഹത്തെ കുറ്റാരോപിതനായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലുമുള്ള നടപടികളിലേക്ക് പോയപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് അടിയന്തരമായി പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നുള്ള ധാരണയോടുകൂടെ ഈ പാർലമെന്റ് സമ്മേളനം പ്രതിപക്ഷ കക്ഷികളും തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. എന്നാൽ തുടർച്ചയായി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും വഴങ്ങാൻ തയ്യാറായ BJP ഇത് സന്ദർഭമാണ് എന്ന് കരുതി യാതൊരു ചർച്ചയുമില്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന നിയമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വട ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി പാസാക്കിക്കൊണ്ട് പോകുന്നത് നിശബ്ദരായി കണ്ടു നിൽക്കേണ്ട ഒരു ദുസ്ഥിതിയിലേക്ക് ഈ പ്രതിപക്ഷ കക്ഷികൾ എത്തിപ്പെട്ടു. അപ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് ഒരു പുനരാലോചന ആവശ്യമാണ്. ഇങ്ങനെ പാർലമെന്റിൽ ബഹളമുണ്ടാക്കി മുന്നോട്ട് പോയാൽ സമൂഹം മാപ്പ് തരില്ല, പൊതുജനങ്ങൾ ഇത് വകവെച്ച് തരില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോഴാണ് പതുക്കെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബംഗാളിലെ ഭരണകക്ഷിയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് UP-യിലെ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന കക്ഷിയും ഇനിയും ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല, പാർലമെന്റിൽ നമുക്ക് നമ്മുടെ ശബ്ദം ക്രിയാത്മകമായി ധ്വനിപ്പിച്ച് കേട്ടെങ്കിലേ മതിയാവുകയുള്ളൂ, ഇല്ലെങ്കിൽ നമ്മെ തെരഞ്ഞെടുത്ത ജനങ്ങൾ നമ്മളോട് പൊറുക്കുകയില്ല എന്ന് ഈ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും വാദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയും അങ്ങനെ ഒരു സമീപനം പാടില്ല. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് എടുത്ത അല്ലെങ്കിൽ മുന്നണി മൊത്തമായി എടുത്ത ഒരു തീരുമാനത്തിൽ നിന്നുള്ള വ്യതിചലനമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ആ വ്യതിചലനത്തിന് അംഗീകാരം കൊടുക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ചുമതലയായി മാറി. എന്നാൽ അവർക്ക് പെട്ടെന്ന് അത് ഒരു നിലപാട് മാറ്റം പ്രയാസമായതുകൊണ്ട് അവർ ഇതിനോട് പൂർണ്ണമായ സമ്മതം കൊടുത്തിട്ടില്ല എങ്കിൽ പോലും മൗനമായി ഈ കക്ഷികളെ പിണക്കണ്ട എന്ന രീതിയിൽ ഒരു അനുവാദം കൊടുത്തപ്പോൾ ഇന്നു മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിയാത്മകമായ പ്രതിപക്ഷമായി പാർലമെന്റിൽ പ്രവർത്തിക്കാനായി ഇന്ത്യ മുന്നണി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയാലേ പറ്റുകയുള്ളൂ എന്നുള്ള ഈ തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും താല്പര്യത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ സംഭാൽ വിഷയം തന്നെ വളരെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ സംഭാൽ വിഷയത്തിലുണ്ടായ പ്രതിസന്ധി നോക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ഉത്തർപ്രദേശ് സർക്കാർ കർശനമായി അതിർത്തിയിൽ തടയാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച മുസ്ലിം ലീഗിന്റെ MP-മാർ പോയപ്പോൾ അവർ തടഞ്ഞു. 200 കിലോമീറ്റർ അപ്പുറയാണ് അവർ തടയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സ്വാഭാവികമായി ഇന്ന് തടഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇനിയും പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇനിയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയെ എതിർക്കുന്നതിനുള്ള ഏറ്റവും ഫലകരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെ വേദി എന്ന് പറയുന്നത് പാർലമെന്റ് തന്നെയാണ്. അപ്പോൾ പാർലമെന്റ് മുടക്കിക്കൊണ്ട് പോയാൽ, ശബ്ദമുണ്ടാക്കി മുടക്കിയാൽ അതൊരു സൗകര്യമായി കരുതി ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ മോദി സർക്കാർ സകല നിയമങ്ങളും പാസ്സാക്കിക്കൊണ്ട് പോകും. ഈ വഖഫ് നിയമം തന്നെ അതിഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിയമമാണ്. അതിന്റെ ഭേദഗതി ബില്ല് പോലും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതൊക്കെ ചർച്ച ചെയ്യാതെ പാസ്സാക്കിപ്പെട്ടു പോയാൽ ദീർഘകാലത്തെ പ്രത്യാഘാതങ്ങൾ അത് ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ഒരു മനം മാറ്റത്തിന് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം തയ്യാറായിരിക്കുന്നു എന്നതിന്റെ സൂചകങ്ങളാണ് കാണുന്നത്. മിക്കവാറും തുടർന്നുള്ള പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ പ്രതിപക്ഷം, ക്രിയാത്മകമായ പ്രതിപക്ഷം അതിനകത്ത് തന്നെ നിന്ന് പ്രവർത്തിക്കും എന്ന് വേണം കരുതാൻ. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം, പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ശക്തമായി നിലവിലുള്ള സർക്കാരിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യേണ്ടതും അവരുടെ പരമമായ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധത്തോടു കൂടി ഈ എല്ലാ സഖ്യകക്ഷികളും ഒരുമിച്ച് ഇന്ത്യ സഖ്യം ബലപ്പെട്ടു നിന്നാൽ മാത്രമേ
ഇന്ത്യക്ക് ഒരു ഭാവി പ്രതീക്ഷയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അനന്തമായി ഈ ഭരണം തുടർന്നു പോകുന്ന ഒരു ദുസ്ഥിതി ഉണ്ടാകും. അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ കനത്ത തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധം, ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ കാട്ടും എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.